ഏവർക്കും നമസ്കാരം. മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഓരോ കൂറുകാരുടെയും ആഴ്ചഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു. ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു. ചന്ദ്രൻ മൂലം മുതൽ പൂരുരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് വരുന്ന വാരം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കവും ആധിക്യവും ഉള്ള ഒരു ആഴ്ചയായിരിക്കും. അതിനുള്ള പ്രധാന കാരണം ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയായ സൂര്യന്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരമാണ്. സൂര്യൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ 9ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഈ ആഴ്ചയിൽ വന്നു ചേരാവുന്നതാണ്. ഉച്ചനായ സൂര്യൻ നൽകുന്ന ആ ഒരു ഗുണം എല്ലാ മേഖലയിലും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. കൂടാതെ ചന്ദ്രൻ ഈ കൂറുകാർക്ക് വളരെയധികം അനുകൂലനായി ഈ വാരം ആദ്യത്തെ 4-5 ദിനങ്ങളിൽ സഞ്ചരിക്കുന്നു. തൽഫലമായി ഊർജം, ആത്മവിശ്വാസം, ശത്രുവിജയം, കുടുംബ ബന്ധങ്ങളിൽ ഏറെ സൗഖ്യം, ക്ഷേമം, ഐക്യം, സ്നേഹം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു. സകുടുംബം വിനോദയാത്രകൾക്ക് അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങൾക്കെല്ലാം സാധ്യതയുള്ള വാരമാണ് ഇത്. എന്നാൽ വാരാന്ത്യ ദിനങ്ങളിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കിയാൽ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകിയേക്കാം. അതായത് വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ പ്രധാനമായ തീരുമാനങ്ങൾ, ധനനിക്ഷേപം, മംഗളകർമ്മങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രജാതർക്ക് വാരാന്ത്യ ദിനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ വാരം വളരെ മികച്ച ഒരു വാരമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.